ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കോമൺ ആയിട്ട് ക്ലോത്ത് ഡൈപ്പർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പം പലർക്കും ക്ലോത്ത് ഡൈപ്പർ യൂസ് ചെയ്തിട്ട് അധികം നാളൊന്നും ഒരു ലീക്കേജ് ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ലീക്കേജ് വരിക, സ്മെല്ല് വരിക, ഭയങ്കര ഇഷ്യൂസ് വരിക. അപ്പോൾ അവരത് അതോടെ ഉപേക്ഷിക്കും, സാധാ ഡിസ്പോസിബിളിലേക്ക് വീണ്ടും മടങ്ങി പോകും. അപ്പം അങ്ങനെയുള്ളവർക്ക്, അങ്ങനെ ഇഷ്യൂസൊക്കെ ഉള്ളവർക്കുള്ളത് ഞാൻ കുറച്ച് സൊല്യൂഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം ഞാൻ ഏകദേശം 1.5 വർഷം കഴിഞ്ഞു. ഇപ്പം മോൾക്ക് 20 മാസമായി. ഓഗസ്റ്റിലുള്ള ബർത്ത്ഡേ ആണ്. അപ്പോൾ അവളുടെ 2 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ക്ലോത്ത് ഡൈപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു 99% ഞാൻ ക്ലോത്ത് ഡൈപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ റെയറായിട്ടേ ഞാൻ ഡിസ്പോസിബിൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് വളരെ അപൂർവം സന്ദർഭങ്ങളിൽ മാത്രം. അപ്പം എനിക്കിത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാൻഡിൻ്റെ കാര്യം മാത്രമല്ല, ഞാൻ കോമൺ ആയിട്ടാണ് പറയുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് സൂപ്പർ ബോട്ടംസ് എന്ന ബ്രാൻഡിൻ്റെ ആണ്. അതിൻ്റെ മാത്രമല്ല, ഇപ്പം നമ്മൾ ക്ലോത്ത് ഡൈപ്പർ യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് നമ്മളത് മേടിക്കുന്ന സമയത്ത്, അപ്പം പലരും ചെയ്യുന്ന കാര്യമാണ്, ഇപ്പം കുട്ടികൾക്കുള്ള ഡ്രസ്സ് മേടിക്കുമ്പോൾ അവർ കഴുകിയിട്ട് യൂസ് ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ ക്ലോത്ത് ഡൈപ്പറിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ആദ്യം മേടിക്കുമ്പോൾ അതൊക്കെ ഒന്ന് കഴുകണം. അത് കഴിഞ്ഞിട്ട് നമ്മളത് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ അബ്സോർബൻസിക്ക് അത് ബെറ്ററാണ്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കൈയോട് നമ്മളിങ്ങനെ ഉരുപ്പിഴിയില്ലേ, അങ്ങനെ പിഴിയരുത് ഒരിക്കലും. ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് സ്ക്വീസ് ചെയ്തിട്ട് വേണം. അതിൻ്റെ വെള്ളം കുറച്ചൊക്കെ പോവുള്ളൂ. മീൻസ് ഒരു 100% വെള്ളം, മീൻസ് നമ്മൾ സാധാരണ തുണി ഫുള്ളായിട്ട് ഉരുപ്പിഴിയുമ്പോൾ അത്രയും വെള്ളമൊന്നും പോവില്ല. അപ്പം കുറച്ചേ പോവുള്ളൂ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൈ കൊണ്ട് ഇങ്ങനെ ഊരിപ്പിഴിയരുത്. ഊരിപ്പിഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അബ്സോർബൻസിനെ അത് ബാധിക്കും. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൺലൈറ്റിൽ ഡയറക്റ്റ്ലി 2 മണിക്കൂറിൽ കൂടുതലൊന്നും ഇട്ടിട്ട് ഉണക്കാൻ പാടില്ല. അതും അതിൻ്റെ അബ്സോർബൻസിനെ ബാധിക്കും. പിന്നത്തെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പ് പൊടി ഉപയോഗിക്കാം, പക്ഷെ ഒരുപാട് കളർ ഗാർഡുകളുള്ള സോപ്പ് പൊടി ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം. അപ്പം മെഷീൻ വാഷ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് പ്രീ വാഷ് ചെയ്യുക. നെക്സ്റ്റ് പിന്നെ ഒരു 20 മിനിറ്റ് മെയിൻ വാഷ് ചെയ്യുക. മെയിൻ വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ ക്ലോത്തിൻ്റെ കൂടെ ഇടാം, പക്ഷെ ഞാൻ ഇടാറില്ല. കാരണം കുട്ടികളുടെ ക്ലോത്ത് ഡൈപ്പറിന് ഇൻസേർട്ട് ആയതുകൊണ്ട് ഇനി വേറെ തുണികളിൽ നിന്നുള്ള വല്ല ജേംസ് ഒന്നും ഇതിലേക്ക് കയറണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവോയ്ഡ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ നിങ്ങൾ ഹോട്ട് വാട്ടർ റിൻസ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. കാരണം അതും അതിൻ്റെ അബ്സോർബൻസിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ലീക്കേജിനൊക്കെ ഭയങ്കരമായിട്ട് പ്രിവെൻറ്റ് ചെയ്യും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ അലക്കുന്നുണ്ട്, ഡെയിലി നമ്മൾ വാഷ് ചെയ്യും, യൂസ് ചെയ്ത് കഴിയും. പക്ഷേ അതല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ സോപ്പ് പൊടിയുടെ പാർട്ടിക്കിൾസും പാർട്ടിക്കിൾസും ഒക്കെ അടിഞ്ഞുകൂടി ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, കൈ മുക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്ന അത്രയും ചൂടുള്ള വെള്ളത്തിൽ ഹോട്ട് വാട്ടർ റിൻസ് ചെയ്യുക. നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഹോട്ട് വാട്ടർ റിൻസ്. 1-2 ആഴ്ച കഴിയുമ്പോൾ, ആഴ്ച കൂടുമ്പോൾ അത് ചെയ്യണം. പിന്നെ ഔട്ടർ കവർ ആണെങ്കിലും നിങ്ങൾ ഹോട്ട് വാട്ടർ റിൻസ് ചെയ്യണം. അതൊരു 1-1.5 മാസം കൂടുമ്പോൾ ചെയ്താൽ മതി. എല്ലാം ഇൻസേർട്ടിൻ്റെ പോലെ ചെയ്യണമെന്നില്ല ഔട്ടർ കവർ. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് ഫിറ്റിങ്ങിൻ്റെ ഇഷ്യൂ വന്നിട്ട് എന്താ പറയുക, ലീക്കേജ് ഒക്കെ വരാം. അപ്പോൾ ഫിറ്റിംഗ് പ്രോപ്പർ അല്ലേ നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിന് നിങ്ങൾക്ക് എന്താ പറയുക, സ്നാപ്പ് ബട്ടനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈപ്പ്, പല ടൈപ്പ് ക്ലോത്ത് ഡൈപ്പറുകളുണ്ട്. അപ്പം മടിയിൽ നിന്ന് മുകളിലേക്ക് സ്നാപ്പ് ബട്ടൺ സ്നാപ്പ് ചെയ്യുന്ന ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ സൂപ്പർ ബോട്ടംസിൻ്റെ ലേറ്റസ്റ്റ് വേർഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹിപ്പ് ഏരിയയിൽ ഇങ്ങനെ ഒരു സ്നാപ്പ് ബട്ടൺ ഫസ്റ്റ് ഇടാം, 2 റോകൾ മാത്രമേ ഉള്ളൂ, അങ്ങനത്തെയാണ്. അപ്പോൾ നിങ്ങൾ അത് ഫോട്ടോസ് ഞാൻ ജസ്റ്റ് സൈഡിൽ കൊടുക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം പല രീതിയിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഫിറ്റിംഗ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. കറക്റ്റ് ഫിറ്റിംഗ് അല്ലെങ്കിലും ലീക്കേജും സ്മെല്ലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെയെന്ന് പറയുമ്പോൾ നെക്സ്റ്റ്, അതുപോലെ തന്നെ ബൂസ്റ്റർ പാഡ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എക്സ്ട്രാ ലോങ്ങർ അബ്സോർബൻസിക്കും ലോങ്ങർ ടൈമിൽ ഒരു 4-5-6 മണിക്കൂർ വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ വയ്ക്കാൻ പറ്റുന്ന ചെറിയ ബൂസ്റ്റർ പാഡുകൾ കിട്ടും. എല്ലാ സൈറ്റിലും അവൈലബിൾ ആണ്. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാൻഡിൻ്റെ ലിങ്കുകളൊക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഡയറക്റ്റ് സൺലൈറ്റിൽ 2 മണിക്കൂറിൽ കൂടുതൽ ഇടരുത്. ഹോട്ട് വാട്ടർ റിൻസ് മസ്റ്റാണ്. ഹാർഡ് വാട്ടർ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ വാട്ടർ സോഫ്റ്റ്നർ യൂസ് ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ അതും ഈ ക്ലോത്ത് ഡൈപ്പറിൻ്റെ ക്ലോത്ത് ഡൈപ്പറിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. പിന്നെയെന്ന് പറയുമ്പം ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ എന്താ പറയുക, കുട്ടികൾക്ക് നമ്മളിത് കുറച്ച് നാൾ യൂസ് ചെയ്തു. ഇപ്പോൾ ഒരു 6-7 മാസത്തിൽ കൂടുതൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള പാഡുകളൊക്കെ മാറ്റിയിട്ട് പുതിയത് മേടിച്ചിരുന്നു. കാരണം ഒരു 6-7 മാസം 8 മാസമൊക്കെ കൂടുമ്പോൾ മെയിൻ പാഡ് കിട്ടും. ഔട്ടർ കവറൊന്നും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. മെയിൻ പാഡ് നിങ്ങളത് ഒന്ന് ചേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പിന്നെ ഒരു തവണ യൂസ് ചെയ്തിട്ടുള്ള ക്ലോത്ത് ഡൈപ്പർ മാറ്റുമ്പോൾ ഫുള്ളായിട്ട് മാറ്റുക, ഔട്ടർ കവർ അടക്കം മാറ്റുക. അല്ലാതെ നിങ്ങൾക്കിപ്പോൾ സ്നാപ്പ് ബട്ടൺ വെച്ചിട്ട് അടുത്ത ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും നമ്മളതിൻ്റെ കുട്ടികൾക്ക് ആ ഉള്ള ഒരു എന്താ പറയുക, അവരുടെ എന്താ പറയുക, സേഫ്റ്റിയാണല്ലോ നമുക്ക് പ്രധാനം. ഇപ്പം ജേംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ എന്തായാലും മൂത്രത്തിൻ്റെ പാർട്ടിക്കിൾ ആ ഔട്ടർ കവറിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ മാറ്റുമ്പോൾ ഫുള്ളായിട്ട് മാറ്റുക. അതും ഏറ്റവും കൂടുതൽ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.
പിന്നെ നമ്മൾ അലക്കാനായിട്ട് ഇപ്പോൾ എല്ലാവർക്കും എല്ലാ ദിവസവും പറ്റിയെന്ന് വരില്ല, പക്ഷെ ഒരു 48 hours കൂടുതലൊന്നും അത് വെക്കരുതെന്നാണ് പറയുക. അപ്പോൾ ഒരു പാർഷ്യലി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒന്നില്ലെങ്കിൽ ബക്കറ്റിൻ്റെ മൂടി കുറച്ച് തുറന്ന് വയ്ക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വെറ്റ് ബാഗ് പോലത്തെ ആണെങ്കിൽ അത് വെറ്റ് ബാഗിൽ വേണമെങ്കിൽ ഇട്ട് വയ്ക്കാം, ചെറുതായിട്ട് അതിൻ്റെ പാർഷ്യലി ക്ലോസ് ആയ പോലെ തന്നെ വേണമെങ്കിൽ അങ്ങനെ വെക്കാം. അതല്ലാതെ നിങ്ങൾ എയർ ടൈറ്റ് ആയിട്ടുള്ള അങ്ങനെ ഫുൾ അടച്ച് മൂടിയിട്ടുള്ളൊരു കണ്ടെയ്നറിലോ ഇതിലോ എന്താ പറയുക ഇത് ഇട്ട് വെക്കരുത്. കാരണം അതും അതിൻ്റെ ഉള്ളിൽ ഈ ജേംസൊക്കെ വർദ്ധിക്കാനായിട്ട് കാരണമാകും. ഞാൻ ഡെയിലി വാഷ് ചെയ്യും, പക്ഷേ ഡെയിലി വാഷ് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഒരാടെങ്കിലും നിങ്ങളത് വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിന് റിപ്ലൈ തരാം. നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ഒരു നല്ലൊരു ടോപ്പിക്കായിട്ട് വരാം. അപ്പം മെയിനായിട്ട് നമ്മൾ കോമൺ ആയിട്ട് എന്താ പറയുക ക്ലോത്ത് ഡയപ്പർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. അപ്പം ആർക്കെങ്കിലും കുറച്ച് യൂസ് ചെയ്യുന്നതിന് വിചാരിക്കണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ടാറ്റാ, സീ യു.